സീരിയൽ അഭിനയിക്കുന്നത് നല്ല കണ്ടത്. അതായത് ഞാൻ പല രീതിയിൽ പറയാറുണ്ട്. ഞാൻ ഇതിൽ തിരുവനന്തപുരത്ത് ഒരു സീരിയൽ അഭിനയിക്കാൻ കോവളം കടപ്പുറത്ത് ഷൂട്ട് ചെയ്തിരിക്കുക. രാത്രി 11 മണിയാണ്. അന്ന് അവർക്ക് തീർന്നു. അന്ന് ഒരു മൂലയിലായിട്ട് ഞാൻ കസേരക്കായിട്ട് ഒറ്റയ്ക്ക്, എനിക്ക് പലപ്പോഴും ഒറ്റയ്ക്ക് ചെയ്യാൻ ഇഷ്ടം എനിക്ക്. അപ്പൊ ആ കടപ്പുറത്ത് പോയ കുറെ ആൾക്കാരെ ചുറ്റും പറഞ്ഞു. അപ്പൊ അവരുടെ നോട്ടത്തിൽ ഞാൻ ഒരു ആരാധനയാണ്. ഒരു ഡെഡ് ബോഡി കാണുന്ന രീതിയിലാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വളരെ ആത്മാർത്ഥത ഉണ്ടായത്. എങ്ങനെ ഇരുന്ന മനുഷ്യൻ എത്ര നല്ല പണം ചെയ്ത നാളെ ഈ ഗതിയായിരുന്നു. അപ്പൊ അവർക്ക് സീരിയൽ എന്താണെന്ന് അപ്പൊ ഞാൻ അവർക്ക് തിരിച്ചു പറഞ്ഞു. ഇന്ന് മനസ്സിലാക്കണം, ഞാൻ എത്രയോ ചെറിയ ഒരാളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനാണ് ബിഗ് ബി എന്നുള്ളത്. അമിതാഭ് ബച്ചൻ മനുഷ്യരുടെ മനസ്സിൽ ലബ്ധപ്രതിഷ്ഠരായിട്ട് ജീവിതത്തിൽ വിജയിച്ചത് തിരികെ. അപ്പൊ ടി വിയിൽ വന്നു എന്നുള്ളതുകൊണ്ട് നമ്മുടെ കലാപരമായ ഒന്നും പോകില്ല. മാത്രമല്ല, എന്റെ ഏപ്രിൽ 18 കാര്യസാധനം കണ്ടോണ്ടിരുന്ന ഇവിടുത്തെ കുടുംബികളായ സ്ത്രീകളുടെ തിയേറ്ററിൽ വരുന്നില്ല എന്നുള്ള വലിയ പരാതിയില്ല. അവരെല്ലാവരും വീടുകളിൽ സീരിയൽ കണ്ട്, നാട്ടിലെ സീരിയൽ കണ്ട്, മൊത്തം കാസറ്റുകൾ കണ്ട് സമയം ചെലവഴിക്കുമ്പം അവർ തിയേറ്ററിൽ വന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്ന ഒരു വാശിപ്പുറത്താണ് ഈ മാലയോധരൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ മാലയോധര അഭിനയിച്ചു വന്നപ്പോൾ അത് കാണാനായിട്ട് കഴിയും. ഒരു ദിവസം വന്നപ്പോൾ പറഞ്ഞു നേരെ ആശുപത്രി മാസമാണ് അങ്ങനെ എന്നെ ഒരു സ്ട്രെച്ചറിൽ വെച്ചിട്ട് ഓപ്പറേഷൻ റൂമിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ അത് അഭിനയിക്കാനുള്ള 2 സ്ത്രീകളുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന പ്രയോഗമാണ് പറയാൻ പാടില്ലെങ്കിൽ അങ്ങനെ എൻ്റെ പേര്. അവർ നേഴ്സുമാരായിട്ടുണ്ടപ്പോൾ അവരടുത്ത് പറയുക, അയ്യോ എൻ്റെ സാറേ, ഇതായിട്ട് ഞങ്ങളുടെ സ്ത്രീ ഈ കാശുകൾ ഞങ്ങൾ വരുത്തില്ല. സാറിന് ഞങ്ങൾക്ക് ഇങ്ങനെ കിടന്നാണ് ഇഷ്ടം. അതൊരാളിരിക്കും ഒരു സ്ത്രീ. അതിനേക്കാൾ ഒരു ദിവസം കൊണ്ട് ഇവർ വെള്ളിയാഴ്ച വൈകുന്നേരം കൊണ്ട് ഇടിച്ചു നിർത്തുന്നത് ശനിയാഴ്ചത്തെ ഞായറാഴ്ചത്തെ ഉറക്കം വന്ന നല്ലത് വഴിയാണ്. ഞാൻ മരിച്ചു വീഴുന്ന പോലെ സീൻ കാണിച്ചു വെച്ചു. ഈശ്വരൻ സത്യം, അന്ന് രാത്രി 12 മണി വരെ എൻ്റെ വീട്ടിൽ പോകുന്നത് എനിക്കറിയത്തില്ല. പലരെന്നാണ് സ്ത്രീ കണ്ടുപോലെ ശബ്ദമൊന്നും കേൾക്കാൻ അവർക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്ന് പറയുന്ന ഒരു സ്നേഹം ഇവിടുത്തെ പ്രേക്ഷകർ തരികയെന്ന് പറയുന്നത് ഞാൻ എന്താ പറയുക, അതിന് ഇവിടുത്തെ കലാകേരളത്തോട് ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുകയാണ്. ഈ നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ ഈ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ
അതിനകത്തുള്ള ഇൻവോൾവ്മെന്റ് പൂർണ്ണമായിട്ടും നല്ല പങ്കാളിത്തം ഉണ്ടായി അതിനെ ഉദ്ധരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലാതെ ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ ഇതിന് ശേഷം സൃഷ്ടിക്കാൻ സാധിക്കുന്ന സൃഷ്ടികരണങ്ങൾ അതിനെപ്പറ്റിയൊന്നും ആലോചിക്കാതെ സമൃദ്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് കലയെ ഉപാസിക്കാൻ സാധിച്ചാൽ ഒരു കാര്യം സത്യമാണ്. ഞാൻ ജീവിതത്തിൽ പഠിച്ച ഒന്നാണ്. ഞാൻ SSLCക്ക് മെയിൻവറിയല്ല കുട്ടികൾ മനസ്സിലാക്കാൻ പറയും. SSLCക്ക് ഇവിടുത്തെ ഇടവാ സ്കൂളിൽ എനിക്ക് അന്ന് 487 മാർക്ക്, അന്ന് 1969. പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ട് അഡ്മിഷൻ കിട്ടും. ഒന്നും പോരാതെ എനിക്ക് സിനിമയിൽ വരണമെന്നുള്ള ഒരു പ്രാർത്ഥനയോടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ട്, അതൊക്കെ വേറെ. പക്ഷേ ഈ പട്ടിണി കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ വീട് നമ്മൾ കാണുന്നു. അത് ആ സമയത്ത് പട്ടിണി കിടന്ന് ബുദ്ധിമുട്ടുമ്പോൾ എന്നോടൊപ്പം വിളിച്ച പല ആൾക്കാരും IAS ആയി, ഉദ്യോഗസ്ഥന്മാരായി, പല കല്യാണം കഴിച്ചു. ഇതെല്ലാം വരുമ്പോൾ വീട്ടിൽ നിന്നുള്ള റിയാക്ഷൻസ് ഒക്കെ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ അതിനെല്ലാം അതിലേക്ക് കാരണം ആയെ പറ്റുമെന്ന് കരുതി ആത്മാർത്ഥം നിന്നതിൻ്റെ പേരിലാണ് ഇത്രയെങ്കിലും എനിക്ക് എത്താൻ സാധിച്ചെന്നുള്ളതാണ് വിശ്വാസം. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് എനിക്ക് നേരത്തെ സൂചിപ്പിച്ചത്. ദേശീയമായ പത്മശ്രീയുടെ പേരിൽ ഈ ഗ്രാമത്തെ ഈ ഒട്ടക എന്ന് പറഞ്ഞ ടൗണിലാണ് കിട്ടിയ സ്വീകരണത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് എൻ്റെ അർപ്പണ ബുദ്ധിയാണ്, പെരുമാറ്റമാണ്. അല്ലാതെ അർപ്പണ ബുദ്ധി, അധ്വാനം, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എല്ലാവരും ഞാൻ പറയും കലാരംഗത്തും എനിക്കുള്ള രാഷ്ട്രീയത്തിൽ മാത്രമാണ്. ഈ രണ്ട് മേഖലകളിലും എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ജാതകത്തിൻ്റെ ഒരു ഫോറം അത് ഞങ്ങൾ ഭാഗ്യം